ഹലോ, ഇന്ന് ഞങ്ങളിവിടെയൊക്കെ ഇലക്ഷൻ ഡേ ആണ്. അപ്പം നിങ്ങൾ കരുത്ത് ഞാൻ വോട്ടിടാൻ പോകണമെന്ന്. എനിക്ക് വോട്ടില്ല കൈസ്, എനിക്ക് വോട്ടില്ല. എനിക്ക് എന്ത് വിഷമായി പോയി എന്നറിയാമോ എനിക്ക് വോട്ടില്ലാത്തത് കൊണ്ട്. ഞാനാണെങ്കിൽ ആശുപത്രിയിൽ പോവാണ്. അങ്ങോട്ട് പോണ വഴിയെല്ലാം ഈ ഇലക്ഷൻ ഡേ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഈഗോ പിടിച്ച് എനിക്ക് വോട്ടിടാൻ പറ്റിയില്ലല്ലോ. നിൽക്കുകയാണെങ്കിൽ എന്നെ ഭയങ്കര കളിയാക്കില്ല, ഈ വോട്ടില്ലാത്തോളൂ. ഞാൻ പറഞ്ഞു സാരമില്ല, നിങ്ങളവിടെ മിണ്ടാതിരി, അടുത്ത ഇലക്ഷന് ഞാൻ ഇടാം. അപ്പം എന്നെ പറഞ്ഞു അതിന് നിന്നെ അതിനുമ്പോൾ ഇവിടെ നിന്ന് നാട് കടത്തി. ഞാൻ പറഞ്ഞു എങ്ങനെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിക്കും. അങ്ങനെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് ആശുപത്രി എത്തി. ഞാൻ ടോക്കൺ എടുക്കാൻ പോയപ്പോൾ എൻ്റെ കാർഡ് പഴയ കാർഡായിരുന്നു. അതവർ പിന്നെ പുതിയ കാർഡാക്കി തന്ന് ടോക്കൺ നമ്പറൊക്കെ തന്ന് ഞങ്ങൾ നേരെ മുകളിലെത്തി. അപ്പോഴാണ് അറിയുന്നത് ഇന്ന് മാഡത്തിന് ഒരുപാട് ഡെലിവറി കേസുണ്ട്, ഏകദേശം 4 മണിയാവാതെ റൂമിലെത്തത്തില്ല. അത് കേട്ടത് ഇക്കതിനെ കുറേ ആയി തോന്നിയത്. കാരണം എൻ്റെ പറഞ്ഞ് 2 മണിക്ക് ശേഷം നമുക്ക് പോയാൽ മതി, അപ്പോൾ കാണിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് നേരത്തെ പോയി കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞത് ഇരുന്നിരുന്നിരുന്ന് വേറെ ഇറങ്ങി. അവസാനം ക്യാൻറ്റീനിൽ പോയി ഒരു കോഫിയും പപ്സൊക്കെ കഴിച്ച്. ഇക്ക വന്നില്ല, ഞാനും ഋതാൻകുട്ടനും കൂടെയാണ് പോയി കഴിച്ചത്. അപ്പോഴും സമയമൊന്നും ആയില്ല. നമ്മൾ കാത്തു നിന്ന് ഡോക്ടറെ അടുത്ത് എത്താറാകുമ്പോൾ ഈ പഴയ ടിക്കറ്റ് കയറി വരുമോ, അപ്പോൾ ഉണ്ടാവണ ഒരു ദേഷ്യം ഉണ്ടല്ലോ. അവസാനം എങ്ങനെയെങ്കിലും കാത്തിരുന്ന് ഡോക്ടറെ കാണിച്ചു. ഞാൻ കാണിച്ചപ്പോൾ തന്നെ സമയം 6:20 പിന്നെ ഡോക്ടർ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞ് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട് പിടിച്ചു. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചില്ലായിരുന്നു, കാരണം വെള്ളവും പപ്സും അങ്ങനെ കഴിച്ചത് കൊണ്ട് തന്നെ വീട്ടിൽ വന്ന് കയറിയിടനെ ചോറ് കഴിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട്